പുതിയ ഓട്ടോമാറ്റഡ് സംവിധാനം ഏർപ്പെടുത്തിയതുകൊണ്ട് അഴിമതി ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇന്ന് റോഡപകടങ്ങൾ കൊണ്ട് നിരവധി ജീവനുകൾ പൊലിയുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഈ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തിയിട്ട് കർക്കശമായിട്ടുള്ള പരിശോധനകളല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജീവനക്കാരുടെ കുറവുണ്ട്. നമ്മുടെ മന്ത്രിയാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് എല്ലാം അറിയുന്ന ഒരു ആളാണ് അദ്ദേഹം. ഹെവി വെഹിക്കിൾ കൂടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്ന് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നത്. AMAമാരെ പോസ്റ്റിലേക്കുള്ള PSCക്ക് റിപ്പോർട്ട് ചെയ്യും. PSC അത് സെലക്ട് ചെയ്ത് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. 72 വാഹനങ്ങൾ, 20 വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി 52 വാഹനങ്ങൾ കൂടി വാങ്ങുകയാണ്. ഈ വാഹനങ്ങളിലെല്ലാം ഹൈടെക് ക്യാമറ വയ്ക്കുകയാണ്. വണ്ടിയുടെ മുന്നിൽ നടക്കുന്ന എല്ലാ ഒഫൻസുകളും റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള നടപടിയാണ്. ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒഫൻസുകൾ മുഴുവൻ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സിൻ്റെ മത്സര ഓട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ മത്സര ഓട്ടം നിയന്ത്രിക്കാനുള്ള കർശന നടപടി സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പോലീസ് വകുപ്പിൻ്റെയും മോട്ടോർ വകുപ്പിൻ്റെയും സഹകരണത്തോടെയായിരിക്കും ഈ നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് വരും. ഇനി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് മോട്ടോർ സൈക്കിൾ കൊടുക്കുക. ഒരു ഡ്യൂട്ടിക്ക് 4-5 പേര് പോകേണ്ട കാര്യമില്ല, ഒരാൾ പോയാൽ മതി. അതുകൊണ്ട് മോട്ടോർ സൈക്കിൾ കൊടുക്കുകയാണ്. സാമ്പത്തിക ലാഭം കൂടിയുണ്ട്. അപ്പോൾ അതിലും ക്യാമറ പിടിപ്പിക്കും. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാൻ തീരുമാനിച്ചു.